രാവിലെ തന്നെ ഒന്നും പറയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ മകൾ തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ലേ അമ്മ ആ വന്നാ രാവിലെ തൊട്ട് മഹാറാണി എവിടെ പോയി എഴുന്നള്ളി കിടക്കുമായിരുന്നു. അത് പിന്നെ അമ്മേ. എന്താ മഹാറാണിക്ക് വായുന്ന ശബ്ദം ഇങ്ങനെ വന്നില്ലേ? ഇത്ര നേരം ഇങ്ങനെ അല്ലായിരുന്നല്ല, പാട്ടൊക്കെ പാടി ആടി നാണിച്ച് എന്തായിരുന്നു ഡാൻസ് കളിച്ച് വരവ്. ഇത് ചോദിച്ചപ്പോ അങ്ങോട്ട് നാക്കങ്ങ അകത്തേക്ക് തള്ളിപ്പോയാ. അത് പിന്നെ അമ്മ ഞാൻ കമ്പൈൻ സ്റ്റഡിക്ക് പോയതാ. അത് പിന്നെ വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയാ പിന്നെ ഇങ്ങനെ ഒരു വാചകം ഉണ്ടല്ലോ, കമ്പൈൻ സ്റ്റഡി. അതിങ്ങനെ കണ്ടുപിടിച്ച് വെച്ചേക്കണതല്ലേ. കമ്പൈൻ സ്റ്റഡി പോലും കമ്പൈൻ സ്റ്റഡി. ആകെ കൂടെ അവക്ക് എണ്ണിപ്പറക്കാൻ 1-2 കൂട്ടുകാരും ഉണ്ട്, എന്നിട്ട് അവളൊരു കമ്പൈൻ സ്റ്റഡി. ഞാനേ ഒന്ന് അവളേക്കൊന്ന് വിളിച്ചു നോക്കട്ടെ. അത് വേണോ അമ്മേ? അതെന്താടി? അതെന്താ ഞാൻ അവരെ വിളിച്ചത്? നിനക്ക് എന്താ ഇത്ര ബുദ്ധിമുട്ടെന്താ? എങ്കിൽ ഞാൻ അവരേക്ക് ഒന്ന് വിളിക്കട്ടെ കേട്ടോ. ഹലോ, ചിഞ്ചു അല്ലേ മോളെ? അതെ, ഇന്ന് ചിന്നു. അതാൻറ്റി, ചിന്നു ഇവിടെ ഉണ്ട് ആൻറ്റി. അവള് ദേ ബാത്റൂമിലാ. ഞാൻ പോയി വരുമ്പോ വിളിക്കാൻ പറഞ്ഞാൽ മതി ആൻറ്റീനെ തിരിച്ച്. ഓ, അവൾ അവിടത്തെ ബാത്റൂമിലുണ്ടല്ലേ? ആ ഓക്കെ മോളെ, ഇറങ്ങുമ്പോ ഒന്ന് വിളിക്കാൻ പറഞ്ഞാൽ മതി കേട്ടോ. ഞാൻ അടുത്ത ആളെ വിളിച്ചു നോക്കട്ടെ, അയാളെന്താ പറയണേന്നും കൂടെ നോക്കട്ടെ. ഹലോ, ആ മോളെ മാളു അല്ലേ? അതെ, അവിടെ ചിന്നു വന്നിട്ടില്ലേ? അമ്മ മാളുവല്ല, ഞാൻ ചിന്നുവാ സംസാരിക്കണേ. ഓ, ഇത് ചിന്നു ആയിരുന്നോ സംസാരിക്കണ? ഓഹോ, ഇത് ചിന്നു ആയിരുന്നല്ലേ? അതെന്താ അമ്മ അമ്മക്കൊരു സംശയം? അതെന്താ അമ്മ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്? ഏയ് ഒന്നുമില്ല. അയ്യോ.